എന്നും ഒരേപോലെ ഉണ്ടാക്കാണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 2.5 ഗ്ലാസ് വെള്ളം ആണ് കേട്ടോ അളവ്. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പച്ച കപ്പലണ്ടിയാണ് കേട്ടോ. ഒരു പിടി കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് കപ്പലണ്ടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കപ്പലണ്ടി നന്നായിട്ടൊന്ന് പൊട്ടി വരും. പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് വറുത്ത് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ആദ്യം ചേർക്കുന്നത്. കപ്പലണ്ടി നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കടുകും കുറച്ച് ഉഴുന്നും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉഴുന്നും പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് റവയ്ക്കാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇത് റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. എന്നാലും ഒന്നും കൂടി നമ്മൾ വറുത്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഉപ്പുമാവിൽ നെയ്യിൻ്റെ ആ ഒരു മണം നല്ലതല്ലേ. നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ റവ നല്ല ചൂടായതല്ലേ. കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുമ്പോൾ അതിൻ്റെ പച്ചമുളകൊന്ന് പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളകൊന്നും പോയിട്ട് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം ചൂടായോ നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം സിമ്മിലിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിലാക്കിയതിന് ശേഷം കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് റവയ്ക്ക് 2.5 ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുഴഞ്ഞ മാതിരിയാണ് ഉപ്പുമാവ് വേണ്ടതെന്ന് വെച്ചാൽ 2.5 ഗ്ലാസ് വെള്ളം എടുക്കുക. അതല്ല കുറച്ച് പൊടിയായിട്ടുള്ള ഉപ്പുമാവ് വേണ്ടതെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അധിക നേരമൊന്നും വേണ്ട. റവ നമുക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി. റവ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുഴഞ്ഞ പോലെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കുന്നത്. നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, അധികം ചേർക്കേണ്ട, 1/4 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവിന് അങ്ങനെ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുറച്ചല്ലേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കൂട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചെരുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ കൂടെ തന്നെ സൈഡായിട്ട് എന്തെങ്കിലും കറിയോ അതല്ലെങ്കിൽ പഴമോ ഒന്നും വേണ്ട. ഇങ്ങനെ തന്നെ കഴിക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കുഴഞ്ഞ പോലെയാണ് ഉണ്ടാക്കിയേക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.